നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ചത് പാഠം 1. മക്കളെ, ഏകകം 1. ജീവനം മനോഹരം. ജീവിതം മനോഹരമാണെന്ന്. സ്നേഹ, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത ഇത്യാദയः സദ്ഗുണാः മാനവജീവനെ അത്യന്താപേക്ഷിതാः ഭവന്തി. ഗുണാൻ ഏതാൻ വിഹായ മാനവസ്യ ജീവനം അപൂർണം അസുന്ദരം ച ഭവേത്. ഏതാനാം ധാർമ്മികമൂല്യാനാം സ്വാംശീകരണായ ശാസ്ത്രാനുഗുണ ജീവനായ ഏവം ജീവിത പുരോഗത്यै ച ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസः അവശ്യം സമാർജനീയോ ഭവേത്. ഏതദർത്ഥം സഹായകാः മധുരം രുചിരം ആപതി മിത്രം മിത്രം ശാസ്ത്രകൗതുകം ചേതി ത്രയഃ പാഠः ഏകകേസ്മിൻ സമായോജിതः ഭവന്തി. അപ്പോൾ ജീവിതം എങ്ങനെയാണ് നമ്മുടെ ജീവിതം? ജനിച്ചു കഴിഞ്ഞ് ജനിച്ചതിന് ശേഷം മരണം വരെയുള്ള ആ സമയമാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം എങ്ങനെ മനോഹരമാക്കാം? സ്നേഹ, സാഹോദര്യം, ക്ഷമ. സ്നേഹം, ആ പരസ്പര സ്നേഹം, ഇഷ്ടം. സാഹോദര്യം, അത് സാഹോദര്യത്തിൽ അടിയുറച്ച സ്നേഹം. സാഹോദര്യം എന്ന് പറഞ്ഞാൽ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഉള്ള ആ സ്നേഹം. ക്ഷമ, എല്ലാം ക്ഷമിക്കുക. അമ്മ പെറ്റ മക്കൾക്ക് ഏട്ടാനിയന്മാരാണെങ്കിലും ചേച്ചി അനിയത്തിമാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടായിപ്പോയാൽ അതിലൊരു ക്ഷമയുണ്ടാവും. ക്ഷമിക്കും അവർ. അനുകമ്പ, സ്നേഹം, ദയ എന്ന് പറയാം. സ്നേഹം ഉണ്ടെങ്കിലല്ലേ ദയ ഉണ്ടാവുള്ളൂ. വിശ്വസ്തത, വിശ്വസിക്കുക. സഹായമനസ്കത, എന്തെങ്കിലും ആപത്തിൽ അകപ്പെടുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്. ഇത്യാദയः സദ്ഗുണാः, തുടങ്ങിയ സദ്ഗുണങ്ങൾ മാനവജീവനെ അത്യന്തപേക്ഷിതാः ഭവന്തി. മാനവ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഗുണാൻ ഏതാൻ വിഹായ, ഈ ഗുണങ്ങളില്ലാതെ, ഏതാൻ വിഹായ ഒഴികെ, അത് ഇല്ലെങ്കിൽ മാനവജീവനം, നമ്മുടെ ഈ ജീവിതം, മനുഷ്യരുടെ ജീവിതം അപൂർണമാകും. അസുന്ദരം, ഒരു സൗന്ദര്യവും അതിലുണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അസുന്ദരം ച ഭവേത്. ഏതാനും ധാർമ്മിക മൂല്യാനം, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ധാർമ്മിക മൂല്യങ്ങളെ, ഏതെല്ലാമാണോ ധാർമ്മിക മൂല്യങ്ങൾ? സ്നേഹം, സാഹോദര്യം, ക്ഷമ, അനുകമ്പ, വിശ്വസ്തത, സഹായമനസ്കത എന്നീ ധാർമ്മിക മൂല്യങ്ങളുടെ സ്വാംശീകരണായ, അത് സ്വാംശീകരിക്കുക, അത് തന്നിലേക്ക് എടുക്കുക. നല്ല കാര്യങ്ങളൊക്കെ തന്നിലേക്ക് എടുത്ത് ആ കാര്യങ്ങളെ വളർത്തുക. സ്വാംശീകരണായ ശാസ്ത്രാനുഗുണ ജീവനായ, ശാസ്ത്രാദി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെയുള്ള ജീവിതത്തിനു വേണ്ടി ഏവം ജീവിത പുരോഗതി, അങ്ങനെ ജീവിത പുരോഗതി നേടുവാനും വേണ്ടി ഗുണാധിഷ്ഠിത വിദ്യാഭ്യാസ അവശ്യം സമാർജനീയോ ഭവേത്. ഗുണത്തിൽ അധിഷ്ഠിതമായ, ഗുണത്തിൽ ഉറച്ചിട്ടുള്ള വിദ്യാഭ്യാസം അവശ്യം സമാർജനീയോ ഭവേത്. നമ്മൾ തീർച്ചയായും അങ്ങനെയുള്ള വിദ്യാഭ്യാസം ആർജിക്കണം. ഏതദർത്ഥം, അതിനുവേണ്ടി സഹായകമായിട്ടുള്ള മധുരം രുചിരം ആപതി മിത്രം മിത്രം ശാസ്ത്രകൗതുകം ചേതി ത്രയഃ പാഠാः ഏകകേസ്മിൻ സമായോജിതാः ഭവന്തി. ഏതദർത്ഥം, അങ്ങനെ ഗുണാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ആർജിക്കുവാൻ വേണ്ടി അതിന് സഹായകമായിട്ട് മധുരം രുചിരം എന്നും ആപതി മിത്രം മിത്രം എന്നും ശാസ്ത്രകൗതുകം എന്നും ത്രയഃ പാഠാः ഏകകേസ്മിൻ സമായോജിതാः ഭവന്തി. 3 പാഠങ്ങൾ ഈ ഏകകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രഥമഃ പാഠഃ മധുരം രുചിരം. മധുരം എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമുള്ളത് തന്നെയാണ് മധുരം. രുചിരം, അത് രുചിക്കുന്നതും, അത് വളരെയധികം സ്വാദിഷ്ടവും ആയിരിക്കുക, അത് എല്ലാവർക്കും ഇഷ്ടമുള്ളതും ആയിരിക്കുക. മഹതഃ സമൂഹസ്യ നിർമ്മാണായ, ഒരു വലിയ സമൂഹം, അതിൻ്റെ നിർമ്മാണത്തിന് ആയിക്കട്ടെ. മഹതഃ സമൂഹസ്യ നിർമ്മാണായ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഏവ. അതഃ മാനവജീവനെ ധാർമ്മിക മൂല്യാനാം സ്വാംശീകരണം അവശ്യം ഭവതി. തദർത്ഥം സുഭാഷിതാനി മഹത് ഉപകാരകാണി ഭവന്തി.
താദൃശാനി ത്രീണി സുഭാഷിതാനി പാഠേസ്മിൻ പ്രതിപാദ്യന്തെ. മഹതഃ സമൂഹസ്യ നിർമ്മാണായ, ഒരു മഹത്തായ സമൂഹം, ഒരു 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 എന്താ പറയുക, ഒരു രാജ്യം, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ധാർമ്മിക മൂല്യാനി പരിപാലനീയാനിയേവ, എല്ലാ മനുഷ്യരും ധാർമ്മികമായ മൂല്യങ്ങളെ പരിപാലിക്കണം. അതുകൊണ്ട് ജീവനത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങളുടെ സ്വാംശീകരണം, അത് വശത്താക്കുക, അത് തന്നിലേക്ക് എടുക്കുക, ആ ധാർമ്മിക മൂല്യങ്ങൾ തൻ്റേതാക്കി തീർക്കുക, അതിൽ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുക, അത് അവശ്യം ഭവതി, അത് തീർച്ചയായും അത്യാവശ്യമാണ്. തദർത്ഥം, അതിനുവേണ്ടി സുഭാഷിതങ്ങൾ മഹതുപകാരകാണി ഭവന്തി, വലിയ ഉപകാരകങ്ങളായി വർത്തിക്കുന്നു. താദൃശാനി ത്രീണി സുഭാഷിതാനി, അത്തരത്തിലുള്ള 3 സുഭാഷിതങ്ങൾ പാഠേ അസ്മിൻ, ഈ പാഠത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, ഐക്യം ബലം സമാജസ്യ തദഭാവേ ദുർബല തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണ. ഒരു തവണ കൂടി. ഐക്യം ബലം സമാജസ്യ തദഭാവേ ദുർബല തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണ. പദച്ഛേദം നോക്കാം. ഐക്യം, ബലം, സമാജസ്യ. ഈ തദഭാവേ, അത് 2 വാക്കുണ്ട് അവിടെ. അത് നമ്മൾ പിരിക്കുമ്പോൾ തത് അഭാവേ, ദ് ആ, അത് ചേരുമ്പോൾ എന്തായി? ദാന്നായി. പ് ആ ചേരുമ്പോൾ പാന്നായില്ലേ? വ് ആ ചേരുമ്പോൾ എന്തായി? വാ എന്നായി. അതേപോലെ ദ് ആ അത് ചേരുമ്പോൾ ദ എന്നായി. തത് അഭാവേ സഹ ദുർബലഃ, ദുർബല, അത് പിരിക്കുമ്പോൾ സഹ ദുർബലഃ. തസ്മാത് ഐക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. ഇനി അതിൻ്റെ പദച്ഛേദം ഇവിടെ ഒരു വാക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. തസ്മാത് ഐക്യം, തസ്മാത് അധികം ഐക്യം. നമ്മളൊരു സുഭാഷിതം കേട്ടു. ആ സുഭാഷിതം നമ്മൾ 2 തവണ വായിച്ചു. അതിനുശേഷം അവിടെ പദച്ഛേദമുള്ള വാക്കുണ്ടെങ്കിൽ നമ്മളൊന്ന് പിരിച്ചു. അതിനുശേഷം ഇതിൻ്റെ അർത്ഥം കിട്ടത്തക്കവണ്ണം ഈ ആ സുഭാഷിതത്തിലുള്ള പദങ്ങളെ നമ്മൾ ചേരുംപടി ചേർത്ത് എഴുതുക. പദച്ഛേദം ചെയ്ത് മുമ്പേ വിഭക്തികൾ അറിഞ്ഞുടൻ അങ്ങും ഇങ്ങും ഇരിക്കുന്ന പദങ്ങളെ യഥാവലേ ചേരുന്നപടി ചേർക്കുന്നത് അന്വയം പരികീർത്തിതം. അതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. ഈ അന്വയം പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഈ സുഭാഷിതത്തിൻ്റെ അന്വയം: ഐക്യം സമാജസ്യ ബലം ഭവതി. അർത്ഥം മനസ്സിലായില്ലേ? ഐക്യം സമാജസ്യ ബലം ഭവതി. സമാജം ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ ബലം എന്നത്, അതിൻ്റെ ശക്തി എന്നത് ഐക്യമാണ്, ഏകതയാണ്, എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നതാണ്, ഒരുമയോടുകൂടി നിൽക്കുക എന്നതാണ്. തത് അഭാവേ, അതില്ലെങ്കിൽ, എന്തില്ലെങ്കിൽ? ആ ഐക്യമില്ലെങ്കിൽ സമാജ, ആ സമാജം ദുർബല ഭവതി, ഐക്യമില്ലാത്തതിന് ബലവും ഉണ്ടാവില്ല. മനസ്സിലായോ? ദുർബല ഭവതി. തസ്മാത് രാഷ്ട്രഹിതൈഷിണ ദൃഢമൈക്യം പ്രശംസന്തി. അതുകൊണ്ട് രാഷ്ട്രഹിതൈഷിണ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം, അതിൻ്റെ ഹിതമായ കാര്യം, അതിന് യോജിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ഹിതൈഷിണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹിതത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് മഹാന്മാർ. രാഷ്ട്രത്തിൻ്റെ ഹിതമായ കാര്യത്തെ, യോജിച്ച കാര്യത്തെ അനുകൂലിക്കുന്ന ആളുകൾ ദൃഢമൈക്യം പ്രശംസതി, ഉറച്ച ഐക്യത്തെ, എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യത്തെ ആണ് പ്രശംസിക്കുന്നത്. ഒന്നിച്ച് നിൽക്കുക, ഐകമത്യം മഹാബലം എന്ന് പറയും. ഒന്നിച്ച് നിൽക്കുക, അതിനാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അടുത്തത് സാരാംശം: സമൂഹസ്യ ബലം ഐകമത്യം ഭവതി. സമൂഹത്തിൻ്റെ ബലമാണ് എന്ത്? ഐകമത്യം, ഏകത, ഒന്നിച്ചു നിൽക്കുക എന്നത്. തസ്യ അഭാവേ, അതില്ലെങ്കിൽ
ആ സമാജഃ ദുർബലഃ ഭവതി, അത് ദുർബലമാകും, അതിന് വേഗം നാശം സംഭവിക്കും. തസ്മാത് അതുകൊണ്ട് രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഹ, അതാണ് രാഷ്ട്രഹിതൈഷിണഃ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ ഹിതത്തെ, ഹിതമായ കാര്യത്തെ, യോജിച്ച കാര്യത്തെ ഇച്ഛന്തഃ ജനാഹ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഐക്യം ധ്രുവം പ്രശംസന്തി, ഐക്യത്തെ വളരെയധികം ദൃഢമായിട്ട് പ്രശംസിക്കുന്നു. ഏകത വേണം, ഒരുമ തന്നെ പെരുമ, ഐകമത്യം മഹാബലം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? ഒക്കെ മഹത് വചനങ്ങളാണ് മക്കളെ. അടുത്തത് രണ്ടാമത്തെ സുഭാഷിതം. ന കശ്ചിദഭിജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി അതശ്വകരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. ഒരു തവണ കൂടി വായിക്കണം എല്ലാവരും കേട്ടോ. ന കശ്ചിദഭിജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി അതഃ ശ്വഃ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. നീ വായിക്കണോ? ന കശ്ചിദഭിജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി അതശ്വ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. ഇനി എന്ത് ചെയ്യണം? പദച്ഛേദം ചെയ്യണം. നോക്കാം. പദച്ഛേദമുള്ള വാക്കെത്തുമ്പോൾ ടീച്ചർ അത് ഛേദിച്ച് പറയും കേട്ടോ. ഛേദിക്കാതെ മുറിക്കല്ലേ, പിരിച്ച് പറയും. ന കശ്ചിത് അഭി എന്നെങ്ങനെ പിരിക്കാം? കശ്ചിത് അഭി, എന്താണ്? കശ്ചിത് അഭി, അതാണ് കശ്ചിത് അഭി. ജാനാതി കിം കസ്യ ശോ ഭവിഷ്യതി എന്നെങ്ങനെ പിരിക്കുക? ശോ എന്നുള്ളത് പിരിക്കുമ്പോൾ ശുഹ, രാമോ രാമഃ, കൃഷ്ണോ കൃഷ്ണഃ, ലവോ ലവഃ, ഭരതോ ഭരതഃ എന്നൊക്കെ പിരിച്ച് പറയുമല്ലോ. ശ്വഃ ഭവിഷ്യതി, പിന്നെ അതഃ ശ്വഃ കരണീയാനി കുര്യാദദ്യൈവ. അവിടെ 3 വാക്കുണ്ട് മക്കളെ. കുര്യാദദ്യൈവ, കുര്യാത് അദ്യ ഏവ, കുര്യാത് അദ്യ ഏവ. ഇവിടെ നമുക്ക് പദച്ഛേദം. കശ്ചിത് അഭി, കശ്ചിത് അഭി. ആ കശ്ചിത് എന്നുള്ളത് ഒരു സന്ധി പ്രകാരം കശ്ചിത് എന്ന് വരും. കശ്ചിത് ദ് ആന്ന് ചേരുമ്പോൾ കശ്ചിത് അഭി എന്ന് വരും. അടുത്ത ശോ ഭവിഷ്യതി, അത് ശ്വഃ ഭവിഷ്യതി എന്നായി മാറും. കുര്യാദദ്യൈവ, കുര്യാത് എന്നുള്ളത് സന്ധി ഒരു പ്രത്യേക സൂത്രപ്രകാരം കുര്യാത് എന്ന് വരും. കുര്യാത് ആ, ദ് ആ, ദ, കുര്യാത്, കുര്യാത്ത് എന്നുള്ളത് കുര്യാത് ആയി. കുര്യാത് ആ, കുര്യാത്, കുര്യാദദ്യ അദ്യ ഏവ അദ്യൈവ. അപ്പോൾ അവിടെ 3 വാക്കുണ്ട്. കുര്യാത് അദ്യ ഏവ. അന്വയഃ കിം കസ്യ ശ്വഃ ഭവിഷ്യതി ഇതി കശ്ചിത് അപി ന ജാനാതി. അന്വയാണ് പറയുന്നത് കേട്ടോ. അതഃ ബുദ്ധിമാൻ ശ്വഃ കരണീയാനി, കരണീയം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, കാര്യാണി അദ്യ ഏവ കുര്യാത്. ഒന്നുകൂടെ നോക്കാം. അന്വയം കിം കസ്യ ശ്വഃ ഭവിഷ്യതി ഇതി കശ്ചിത് അപി ന ജാനാതി. കിം കസ്യ, ആർക്ക് എന്ത്, ശ്വഃ ഭവിഷ്യതി നാളെ ഭാവിയിൽ ഭവിക്കുമെന്ന്, കശ്ചിത് അപി ന ജാനാതി ആർക്കും തന്നെ അറിയില്ല. ജീവിതത്തിൽ ഭാവി കാലത്തിൽ വരാൻ പോകുന്ന കാലത്തിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. അതഃ അതുകൊണ്ട് ബുദ്ധിമന്തഃ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരായ ആളുകൾ ശ്വഃ കരണീയാനി നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, കർമാണി കാര്യാണി അദ്യ ഏവ കുര്യാത് ഇന്നു തന്നെ ചെയ്യണം. അതെങ്ങനെയാ? കാര്യങ്ങൾ അങ്ങനെ നീട്ടി 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 വെക്കാതെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആ നിമിഷം തന്നെ നമ്മൾ ചെയ്യണം. അതാണ് ഇപ്പോൾ തന്നെ ചെയ്യണം. നാളെ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നാണ് അർത്ഥം. അടുത്തതിൻ്റെ സാരാംശം, അതിൻ്റെ സാരാംശം. ആഗമിനി കാലേ വരുന്ന കാലത്ത്, ഭവിഷ്യതഃ കാലേ വരുന്ന കാലത്ത്, അടുത്ത നിമിഷത്തിൽ, കിം ഭവിഷ്യതി ഇതി എന്തു വരും, എന്താണ് നമുക്ക് സംഭവിക്കുക എന്ന് കോപി ന ജാനാതി, യഹ കോപി ന ജാനാതി ഒരുത്തനും അത് പറയാൻ പറ്റില്ല, ഒരുത്തനും അത് അറിയില്ല. ആപത്ത് വരുമോ, സുഖം വരുമോ, സന്തോഷം വരുമോ, ദുഃഖം വരുമോ എന്നൊന്നും, രോഗം വരുമോ, മരണം വരുമോ എന്നൊന്നും തന്നെ ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ബുദ്ധിമന്തഃ, ബുദ്ധിമാൻ എന്ന വാക്കിൻ്റെ
ബഹുവചനാണ് ബുദ്ധിമന്തഃ എന്ന് പറഞ്ഞു നോക്കുക. ബുദ്ധിമാൻ, ബുദ്ധിമന്തൗ, ബുദ്ധിമന്തഃ ബുദ്ധിമാന്മാർ എന്നർത്ഥം. ബുദ്ധിമന്തഃ സമൂഹഹിതൈഷിണഃ സജ്ജനഃ ബുദ്ധിമാന്മാരായ സമൂഹഹിതൈഷിണഃ സമൂഹത്തിൻ്റെ ഹിതത്തെ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങൾ സ്വസ്തനകാര്യേഷു അദ്യ ഏവ സജ്ജ ഭവേയുः. സ്വസ്തനകാര്യേഷു എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങളിൽ അദ്യൈവ ഇന്നു തന്നെ സജ്ജാഹ ഭവേയുः ഇന്നു തന്നെ ഒരുങ്ങിയിരിക്കണം. കാര്യങ്ങൾ നീട്ടി വയ്ക്കാതെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഒരു കാര്യം നാളെ 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 എന്ന് വിചാരിച്ച് നീട്ടി വയ്ക്കരുത്. നാളെ 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 എന്ന് വിചാരിച്ചാൽ അത് നീളെ നീളെ നീളെയായിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അടുത്തത് മൂന്നാമത്തത്. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. ഒരു തവണ കൂടി. സർവഃ സർവം ന ജാനാതി സർവജ്ഞഃ സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. ഒരു തവണ കൂടി. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. ഈ പദച്ഛേദം. സർവഃ സർവം ന ജാനാതി. സർവജ്ഞോ എങ്ങനെ വിരിക്കുക? നേരത്തെ ഷോ എന്നത് എങ്ങനെയാണ് വിരിച്ചത്? ശ്വഹ. അത് സർവജ്ഞോ എന്നെങ്ങനെ വിരിക്കും? സർവജ്ഞഃ. സർവജ്ഞഃ നാസ്തി കശ്ചന. നാസ്തി വേണമെങ്കിൽ നമുക്ക് പിരിക്കാം. ന അസ്തി, അതാണ് നാസ്തി. ന അസ്തി, നാസ്തി. ന എന്നതിൽ അവസാനം കേൾക്കുന്ന അക്ഷരം ആ എന്നല്ലേ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന. ആ കേട്ടുല്ലേ? അപ്പം നീ എന്ന് പറഞ്ഞപ്പോൾ എന്താ കേട്ടത്? ഈ കേട്ടുല്ലേ? അപ്പം നീ എന്ന് പറയുമ്പോൾ എന്ത് കേട്ടു? നീ എന്ന് പറഞ്ഞപ്പോൾ ഈ കേട്ടു. നോ എന്ന് പറഞ്ഞപ്പോഴോ ഊ ആണ് അവസാനം കേൾക്കുന്നത്. നോ എന്ന് പറയുമ്പോഴോ ഓ ആണ് കേൾക്കുന്നത്. ഇവിടെ നോക്ക്. ന എന്ന് പറയുമ്പോൾ അവസാനം കേൾക്കുന്ന അക്ഷരം ആ. ആ ന എന്ന അക്ഷരത്തിലെ ഏറ്റവും അവസാനമുള്ള ആയും അസ്ഥി എന്നതിലെ ആയും ആ എന്ന അക്ഷരവും രണ്ടും അടുത്തടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരേപോലുള്ള രണ്ടക്ഷരങ്ങൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ദീർഘം വരും. ഉദാഹരണമായിട്ട് ആ എന്നും ആ എന്നും അടുത്തടുത്ത് നിന്നാൽ അതിൻ്റെ ദീർഘാക്ഷരം ആ എന്ന് വരും. ഈ എന്നും തെറ്റിപ്പോയി, ക്ഷമിക്കണേ. ഈ എന്നും അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ദീർഘമായ ഈ എന്ന് വരും. ഉ എന്നും നിൽക്കുമ്പോൾ അതിൻ്റെ ദീർഘം ഊ എന്ന് വരും. അതേപോലെ റ് എന്നും അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അക്ഷരം ദീർഘാക്ഷരം റ് എന്ന് വരും. ഈ 4 അക്ഷരങ്ങൾക്കേ ആ നിയമമുള്ളൂ. സവർണമായ അക്ഷരങ്ങൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിന് ദീർഘാക്ഷരം വരും. അ ആ ഇ ഉ ഊ റ് അങ്ങനെ 4 അക്ഷരത്തിന് മാത്രമേ ആ നിയമമുള്ളൂ. അപ്പോൾ നോക്കാം. നാസ്തി എന്ന് പിരിക്കുമ്പോൾ ന അസ്തി, പരിനിഷ്ഠാസ്തി, പരിനിഷ്ഠാ അസ്തി. അവിടെ ആ എന്നാണ്. ആ എന്നും ചേരുമ്പോഴും അതെന്ത് വരും? ആ എന്ന് തന്നെയാണ് വരിക. പരിനിഷ്ഠാ അസ്തി, പരിനിഷ്ഠാസ്തി. നൈകത്ര, ന അധികം ഏകത്ര. ഇങ്ങനത്തെ വാക്ക് ധാരാളം പിരിച്ചിട്ടുണ്ട്. ആ എ ഐ എന്നാണ് സന്ധി ചേരുമ്പോൾ വരിക. തസ്യൈവ, തസ്യൈവ, തത്രൈവ, തത്രൈവ, അദ്യൈവ, അദ്യൈവ, നൈകത്ര, ന ഏകത്ര. അതൊക്കെ അറിയണത് തന്നെയാണ് വിഗ്രഹം. സർവജ്ഞ എന്ന് പറഞ്ഞാൽ സർവം ജാനാതി ഇതി സർവജ്ഞ. എല്ലാം അറിയുന്നവനാണ് സർവജ്ഞൻ. സർവം ജാനാതി, എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് സർവജ്ഞൻ. അങ്ങനെ നോക്കുക. സർവം ജാനാതി ഇതി സർവജ്ഞ. ഇനി അതിൻ്റെ അന്വയം. സർവഃ സർവം ന ജാനാതി കശ്ചന സർവജ്ഞ നാസ്തി ജ്ഞാനസ്യ ഏകത്ര ക്വചിത് പുരുഷേ വാ പരിനിഷ്ഠ നാസ്തി. അതിൻ്റെ അന്വയം നോക്ക്. സർവഃ സർവം ന ജാനാതി, എല്ലാവർക്കും എല്ലാം അറിയോ? അങ്ങനെയൊന്നും
ഉണ്ടാവില്ല. ചിലരുണ്ടാവും സർവജ്ഞരായിട്ടല്ലേ. എന്നാൽ സാധാരണ മനുഷ്യർക്ക് അവനവൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവനവൻ്റെ കർമ്മത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നെങ്കിലും എല്ലാ കാര്യവും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ അതൊക്കെ അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. അതനുസരിച്ച് എല്ലാവരും ഒന്നും അറിയാത്തവരാണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം അറിയുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. എന്നാലും എന്തെങ്കിലും ചിലത് അപ്പോൾ അറിയില്ല എന്ന് അവർ പറയും. അത് ഞാൻ അത്ര മനസ്സിലാക്കിയിട്ടില്ല പറയും. അപ്പോൾ സർവഹ സർവം ന ജാനാതി, എല്ലാവർക്കും എല്ലാം അറിയില്ല. കശ്ചന സർവജ്ഞ നാസ്തി, ആരും സർവജ്ഞരല്ല എന്ന് മനസ്സിലാക്കുക. ജ്ഞാനസ്യ ഏകത്ര ക്വചിത് പുരുഷേ, ജ്ഞാനം എന്ന കാര്യത്തിൽ ഒരു പുരുഷനും പരിനിഷ്ഠ നാസ്തി, ഉറപ്പ് അങ്ങനെ ഒരു മുഴുവൻ അറിയുന്ന ഒരാൾ ഇല്ല. പരിനിഷ്ഠ നാസ്തി. സാരാംശം: സർവഹ സർവേ ജനാഹ, സർവം വസ്തുതത്വം മുഴുവനും വസ്തുതത്വം മുഴുവനും ന ജാനാതി അറിയില്ല. തഥൈവ തഥാ കശ്ചന പുമാനപി, ഒരു പുരുഷനും സർവജ്ഞ ന ഭവതി, ഒരു പുരുഷനും സർവജ്ഞനല്ല. യതഃ എന്തുകൊണ്ടെന്നാൽ ജ്ഞാനസ്യ സ്ഥിതി, ജ്ഞാനത്തിൻ്റെ ആ നിലവാരം ഏകത്ര അല്ലെ ഒരു സഭയിലോ ഒരു ദേശത്തിലോ തഥാ കസ്മിൻചിത് പുരുഷേ ഒരു പുരുഷനിലോ ന വർത്തതെ, ജ്ഞാനത്തിൻ്റെ സ്ഥിതി ഒരു പുരുഷനിലോ ഒരിടത്തോ ഒരു ദേശത്തോ തങ്ങി നിൽക്കുന്നതല്ല എന്ന് ആണ് പറയുന്നത്. അടുത്തത് പഠന പ്രവർത്തനങ്ങൾ. ഉച്ചൈഹി വധതു, ഉറക്കെ പറയുക. ത്രിചക്രിക, 3 ചക്രമാണല്ലോ ഓട്ടോറിക്ഷയ്ക്കുള്ളത്, അതുകൊണ്ട് അതിനെ ത്രിചക്രിക എന്ന് പറയുന്നു. അതിൻ്റെ വലതുഭാഗത്ത് നൗക, തോണി. അജ, അജഹ എന്ന് പറഞ്ഞാൽ ആണാടാണ്. അജ എന്ന് പറഞ്ഞാൽ പെണ്ണാടാണ്. അജഹ ആണാട്, അജ പെണ്ണാട്. വീണ, വീണ തന്നെ. അടുത്ത് ലേഖനി, പേന. മഹിഷി, മഹിഷി, മഹിഷഹ എന്ന് പറഞ്ഞാൽ പോത്താണ്. മഹിഷി അതിൻ്റെ സ്ത്രീലിംഗാണ്, അതിൻ്റെ സ്ത്രീയാണ്, അത് എരുമ. മഹിഷി, എരുമ. വാക്യാനി ഉച്ചൈഹി വദതു ലിഖതു ച, വാക്യം ഉറക്കെ വായിക്കുക, പറയാം. മാതാമഹി അജാം ആനയതി, മാതാമഹി ഇതൊരമ്മമ്മയാണെന്ന്. മാതാമഹി അജാം, അജ എന്ന് പറഞ്ഞാൽ പെണ്ണാടാണെന്ന് പറഞ്ഞല്ലോ. അജാം ഒരാടിനെ, പെണ്ണാടിനെ എന്ന് പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ല, പറയണമെന്നില്ല. ഒരാടിനെ ആനയതി കൊണ്ടുവരുന്നു, ആനയതി കൊണ്ടുവരുന്നു. ആനയിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാണ്. നയിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാണ്. നയതി കൊണ്ടുപോകുക. അതിൻ്റെ എതിർപദം, അതിൻ്റെ വിപരീത പദമാണ് ആനയതി. നയതി കൊണ്ടുപോകുന്നു, ആനയതി കൊണ്ടുവരുന്നു. മാതാമഹി അജാം ആനയതി, അമ്മമ്മ ഒരു ആടിനെ കൊണ്ടുവരുന്നു. അതിൻ്റെ നേരെ വലതുഭാഗത്ത് ശാസ്ത്രജ്ഞ വിക്ഷേപണീം പ്രേഷയന്തി, ശാസ്ത്രജ്ഞാഹ, ശാസ്ത്രജ്ഞാഹ ശാസ്ത്രജ്ഞര്, ശാസ്ത്രമറിയുന്നവരാണ് ശാസ്ത്രജ്ഞര്. ശാസ്ത്രജ്ഞര് വിക്ഷേപണീം പ്രേഷയന്തി, വിക്ഷേപണി എന്താണ്, റോക്കറ്റോ, അങ്ങനെയുള്ള വിക്ഷേപണിയെ പ്രേഷയന്തി മുകളിലോട്ട് അയക്കുന്നു. പ്രേഷയതി എന്ന് പറഞ്ഞാൽ അയക്കുകയാണ്. അടുത്തത് ബാലഹ വീണാം, അതിൻ്റെ ദ്വിതീയ വിഭക്തി പറയണം. വീണാം വാദയതി, ബാലഹ വീണാം വാദയതി. പിതാമഹ ആകാശവാണീം എന്ന് പറയണം. ആകാശവാണീം, അപ്പോഴേ അതിൻ്റെ ദ്വിതീയ വിഭക്തി ആവുള്ളൂ. ആകാശവാണീം ശൃണോതി, ശൃണോതി റേഡിയോ, ആകാശവാണി എന്ന് പറഞ്ഞാൽ റേഡിയോ, റേഡിയോ കേൾക്കുന്നു. സുഭാഷിതം ഭാവാത്മകതയാ വ്യക്തിശഃ സംഘശഃ വാ വിദ്യാലയസഭായാം ആലപന്തു. ഈ സുഭാഷിതങ്ങൾ 3 സുഭാഷിതങ്ങളുണ്ട്. അത് ഒറ്റയ്ക്കും കൂട്ടമായും നന്നായിട്ട് എന്താണ് അസംബ്ലിയിലോ ക്ലാസ്സിലോ ഒക്കെ നന്നാക്കി ചൊല്ലാം. അടുത്തത് ഐകമത്യ മഹാബലം
ഇത്യാശയം അധികൃത്യ ലഘുഭാഷണം കക്ഷ്യായാം അവതാരയതോ. ഐകമത്യം മഹാബലം നമ്മൾ നേരത്തെ പാടെടുക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ അല്ലേ, ആ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഐകമത്യം ഏകത ഒരുമ അതിന് മഹാബലമാണ്, വളരെയധികം ബലമാണ്. ഒരുമയ്ക്ക് നല്ല ബലമാണ്, ഒരുമയ്ക്ക് നല്ല ശക്തിയാണ്. അതിനെ വേർപെടുത്താൻ ആ ഒരുമ കൊണ്ട് ആർക്കും തന്നെ കഴിയില്ല. ഒരുമ തന്നെ പെരുമ, ഐകമത്യം മഹാബലം എന്നൊക്കെ പറയും മക്കളെ. ഐകമത്യം മഹാബലം ഇത്യാശയം അധികൃത്യ ലഘുഭാഷണം കക്ഷ്യായാം അവതാരയതു. അതിൻ്റെ സൂചനകൾ മാനവാനാം പുരോഗത്യൈ, ലോകസുഖായ, രാഷ്ട്രഹിതായ, സമാജസ്യ ഉന്നതേഹേ എന്നെല്ലാം പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം പാഠഭാഗാത് സ്വീകൃത്യ ഉചിതസ്ഥാനെ ലിഖതു. ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം പാഠഭാഗാത് സ്വീകൃത്യ ലിഖത. ഈ ചിത്രം നോക്കുക, ഏതൊരു സുഭാഷിതമാണ് ഇതിൽ ചേരുക എന്ന് നോക്കുക. അതേപോലെ നോക്കൂ, ഉറുമ്പുകൾ ഒരു വലിയ വടിയാണ് കൊണ്ടുപോകുന്നത്, ഒരു ഒന്നിച്ച് നിൽക്കുകയാണ് അല്ലേ, അവിടെ ഏത് സുഭാഷിതമാണ് ചേർക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് കിട്ടിയിട്ട് അവിടെ എഴുതുക. അടുത്തത് പദാനാം അർത്ഥം ലിഖതു, പദങ്ങളുടെ അർത്ഥം എഴുതുക. ദുർബലഹ ബലമില്ലാത്തവൻ, ജാനാതി അറിയുന്നു, മിത്രം കൂട്ടുകാരൻ, വിശ്വം ഈ ലോകം, ധി ബുദ്ധി. അടുത്തത് ബുദ്ധി എന്ന വാക്കിൻ്റെ പര്യായം ബുദ്ധി. ബുദ്ധിർ മനീഷ ധിഷണ ധീ പ്രജ്ഞ ശേമുഷി മതി. അമരകോശത്തിലെ വരിയാണ്, അമരസിംഹനാണ് എഴുതിയത്. ബുദ്ധിയുടെ പര്യായ പദങ്ങൾ, ബുദ്ധിയുടെ സമാന പദങ്ങൾ ബുദ്ധി, മനീഷ, ധിഷണ, ധീ, പ്രജ്ഞ, ശേമുഷി, മതി എന്നെല്ലാം പറഞ്ഞ ബുദ്ധി. അടുത്തത് ആകാരാന്ത സ്ത്രീലിംഗം വീണ ശബ്ദത്തിൻ്റെ 7 വിഭക്തികളും. നമ്മളിവിടെ വർഷ എന്ന വാക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ വർഷ എന്ന കുറച്ചും കൂടെ പ്രയാസമുള്ള വാക്കായിരുന്നു. വീണ എന്നത് പറയാൻ വളരെയധികം എളുപ്പമുള്ള വാക്കാണ്. ഇപ്പോൾ രമാ പോലെ, ഇനി വീണയും പ്രയാസമാണെങ്കിൽ ഒന്ന് ആദ്യം രമ പറഞ്ഞു നോക്ക്, രമ, ലത, ജയ അങ്ങനെയുള്ള വാക്ക് പറഞ്ഞു നോക്ക്, വേഗം പറയാൻ പറ്റും. വീണയും അതേപോലെ ഒരു പ്രയാസമില്ലാത്തൊരു വാക്ക് തന്നെയാണ്. അതിൻ്റെ 7 വിഭക്തിയിൽ എങ്ങനെയൊക്കെ പറയും? പ്രഥമ വിഭക്തിയിൽ വീണ, വീണേ, വീണാഹ, ലതാ, ലതേ, ലതാഹ, ജയാ, ജയേ, ജയാഹ. സംബോധന പ്രഥമയിൽ ഹേ വീണേ, ഹേ വീണേ, ഹേ വീണാഹ, ഹേ ലതേ, ഹേ ലതേ, ഹേ ലതാഹ, ഹേ രമേ, ഹേ രമേ, ഹേ രമാഹ. അടുത്ത ദ്വിതീയ വിഭക്തിയിൽ വീണാം, വീണേ, വീണാഹ, ലതാം, ലതേ, ലതാഹ, ജയാം, ജയേ, ജയാഹ, കന്യാം, കന്യേ, കന്യാഹ. അടുത്തത് തൃതീയ വിഭക്തിയിൽ വീണയാ, സീതയാ, രമയാ, വീണാഭ്യാം, സീതാഭ്യാം, രമാഭ്യാം, വീണാഭിഹി, സീതാഭിഹി, രമാഭിഹി. പഞ്ചമി ചതുർത്ഥി വിഭക്തിയിൽ വീണായൈ, രമായൈ, സീതായൈ, ലതായൈ, വീണാഭ്യാം, രമാഭ്യാം, സീതാഭ്യാം, വീണാഭ്യ, സീതാഭ്യ, രമാഭ്യ. ഒരേപോലുള്ള വാക്ക് ഇങ്ങനെയാണ് മക്കളെ പറയാം. ഒരു ആകാരാന്ത സ്ത്രീലിംഗത്തിലുള്ള പദം ശരിക്കും പഠിച്ചാൽ ആകാരാന്ത സ്ത്രീലിംഗത്തിലുള്ള എല്ലാ വാക്കിൻ്റെയും 7 വിഭക്തിയും ഇതേപോലെയാണ് പറയുക. അതുകൊണ്ട് അത് പഠിക്കേണ്ടതാണ്. പഞ്ചമി വിഭക്തിയിൽ വീണായ, വീണാഭ്യാം, വീണാഭ്യ, സീതായ, സീതാഭ്യാം, സീതാഭ്യ, രമായ, രമാഭ്യാം, രമാഭ്യ, ജയായ, ജയാഭ്യാം, ജയാഭ്യ. ഷഷ്ടി വിഭക്തിയിൽ വീണായ, വീണയോ, വീണാനാം, സീതായ, സീതയോ, സീതാനാം, രമായ, രമയോ, രമാണാം. സപ്തമി വിഭക്തിയിൽ വീണായാം, വീണയോ, വീണാസു, സീതായാം, സീതയോ, സീതാസു, രമായാം, രമയോ, രമാസു. അടുത്ത ധാതുരൂപങ്ങളാണ്. അപ്പോൾ ധാതു എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ധാതു. ധാതുവും പ്രത്യയവും ചേർന്നിട്ടാണ് ഒരു ക്രിയാപദം ഉണ്ടാവുന്നത്. ഇവിടെ ജ്ഞ എന്ന ധാതു അത് പരസ്മൈപതിയാണ്. അതിൻ്റെ ലട്ടിൻ്റെ രൂപം വർത്തമാനകാലത്തിൽ എങ്ങനെ പറയും? നമ്മൾ നേരത്തെ പടതി, പടതഹ, പടന്തി, പടസി, പടതഹ, പടധ എന്ന് പഠിച്ചിട്ടുണ്ട്. ദേശം വ്യത്യാസമുണ്ട് ഈ ജ്ഞാധാതുവിന്. ജ്ഞാൻ എന്ന് പറഞ്ഞാൽ അറിയുക, മനസ്സിലാക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രഥമ പുരുഷനിൽ ജാനാതി, ജാനീതഹ, ജാനന്തി. മധ്യമ പുരുഷനിൽ ജാനാസി, ജാനീതഹ, ജാനീധ. ഉത്തമ പുരുഷനിൽ ജാനാമി, ജാനീവഹ, ജാനീമഹ. അപ്പോൾ നോക്കാം, ഇവിടെ ആരൊക്കെ കർത്താവായി വരും? ജാനാസി എന്ന് പറയുമ്പോൾ മധ്യമ പുരുഷനാണല്ലോ. ത്വം ജാനാസി, യുവാൻ ജാനീധ, യൂയൻ ജാനീധ. ഉത്തമ പുരുഷൻ ആരെല്ലാം വരും? അഹം, ആവാം, വയം.
അഹം ജാനാമി, ആവാൻ ജാനീവഹ, വയം ജാനീമഹ. ബാക്കി ഇവിടെയുള്ള എല്ലാ പദങ്ങളും പ്രഥമ പുരുഷനിലായി വരും. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ് ഇവിടെ. സഹ ജാനാതി, തൗ ജാനീതഹ, തേ ജാനന്തി. ഇനി സാ ആണെങ്കിലോ സാ ജാനാതി, തേ ജാനീതഹ, താഹ ജാനന്തി. രമയാണെങ്കിലോ രമാ ജാനാതി, രമേ ജാനീതഹ, രമാഹ ജാനന്തി. ബാലികയാണെങ്കിലും ഇങ്ങനെ തന്നെ. ബാലിക ജാനാതി, ബാലികേ ജാനീതഹ, ബാലികാഹ ജാനന്തി. അടുത്തത് പദങ്ങളുടെ അർത്ഥമാണ്, ശബ്ദകോശാണ്. അതഹ, ആ കാരണത്താൽ, അദ്യ, അസ്മിൻ ദിനെ, ഇന്ന്, ഐക്യം, ഏകതായ ഭാവ, ഐക്യം, കുര്യാത്, കുരു, ചെയ്താലും, ജാനാതി, അവഗച്ഛതി, മനസ്സിലാക്കുന്നു, ദൃഢം, നിശ്ചയേന, പ്രശംസതി, അഭിനന്ദതി, അഭിനന്ദിക്കുന്നു, രാഷ്ട്രഹിതൈഷിണ, രാഷ്ട്രക്ഷേമമിച്ഛന്ത, രാജ്യ നന്മ ആഗ്രഹിക്കുന്നവർ, ശ്വഹ, ആഗമിനി ദിനെ, നാളെ, സമാജസ്യ, സമൂഹസ്യ, സമൂഹത്തിൻ്റെ, സർവജ്ഞ, സർവവിത്ത്, എല്ലാം അറിയുന്നവൻ. വിത്ത് എന്ന് പറഞ്ഞാൽ അറിവാണ് കേട്ടോ. സർവവിത്ത്, സർവം അറിയുന്നവൻ. പരിനിഷ്ഠ, സ്ഥിതി, നിലനിൽപ്പ്. അടുത്തത് അനുബന്ധം, അധിക വാചനാംശം. ഒരു സുഭാഷിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാഷാസു മധുരാമുഖ്യ ദിവ്യാ ഗീർവാണ ഭാരതി, തസ്യാം ഹി കാവ്യം മധുരം തത്രാപി ച സുഭാഷിതം. ഒരു തവണ കൂടി. ഭാഷാസു മധുരാമുഖ്യ ദിവ്യാ ഗീർവാണ ഭാരതി, തസ്യാം ഹി കാവ്യം മധുരം തത്രാപി ച സുഭാഷിതം. അതിൻ്റെ പദച്ഛേദം നോക്കാം. ഭാഷാസോ മധുരമുഖ്യ ദിവ്യ ഗീർവാണ ഭാരതി, തസ്യാം ഹി കാവ്യം മധുരം തത്രാപി, തത്ര വിസർഗല്ല, തത്ര അധികം അഭി, തത്രാപി ച സുഭാഷിതം. എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ പറയട്ടെ. ഭാഷാസോ, ചെറിയൊരു തെറ്റുണ്ട്, ഞാൻ പറയുമ്പോൾ ക്ഷമിക്കണം. ഗീർവാണ ഭാരതി ഭാഷാസോ മുഖ്യ മധുര ദിവ്യാച്ച, തസ്യം ഹി മധുരം കാവ്യം തത്രാപി ച സുഭാഷിതം മധുരം. അർത്ഥം പറയുമ്പോൾ ഭാഷകളിൽ വെച്ച് ഗീർവാണ ഭാരതി അല്ലെങ്കിൽ ഗൈർവാണി അല്ലെങ്കിൽ സംസ്കൃത ഭാഷ മുഖ്യവും മധുരവും ദിവ്യവുമാണ്, പ്രധാനപ്പെട്ടതാണ്, മധുരമാണ്, എളുപ്പം ഉള്ളതാണ്, സരളമാണ്, ദിവ്യമാണ്, വളരെയധികം ദിവ്യത്വമുള്ളതാണ്. തസ്യം ഹി മധുരം കാവ്യം, അതിൽ വെച്ച് തന്നെ കാവ്യമാണ് മധുരം, ലളിതം. തത്രാപിച്ച സുഭാഷിത മധുരം, ആ കാവ്യത്തിൽ വെച്ച് ഏറ്റവും മധുരം സുഭാഷിതമാണ്. സുഭാഷിതം സതാളം ആലപത്, ലഘുഭാഷണം അകരോത്, പദാനാർത്ഥം അലിഖത്, സുഭാഷിതസ്യ ആശയം അവാഗച്ഛത്. ആശയാനുസാരം സുഭാഷിതം അലിഖത്. സുഭാഷിതം സതാളം ആലപത്, താളത്തോടു കൂടി പാടുക, ലഘുഭാഷണം ചെയ്യുക, പദാനാർത്ഥം എഴുതുക, സുഭാഷിതത്തിൻ്റെ ആശയാർത്ഥം മനസ്സിലാക്കുക, ആശയാനുസാരം സുഭാഷിതം എഴുതുക. അധോദത്തെ സുഭാഷിതേ സൂചിതസ്യ കസ്യജന പക്ഷിണഃ ചിത്രം അത്ര ദത്തമസ്തി, ബിന്ദോൻ യോജയിത്വാ ചിത്രസ്യ വർണ്ണലേപനം കരോതോ. ഇത് ഏതൊരു പക്ഷിയാണെന്ന് നോക്കണം, അതിനുള്ള വർണ്ണമാണ് കൊടുക്കേണ്ടത്. കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ്വിദ്യാർത്ഥി ലക്ഷണം. അപ്പം എന്തേ പറഞ്ഞ? അധോദത്തെ സുഭാഷിതേ സൂചിതസ്യ കസ്യജന പക്ഷിണഃ ചിത്രം അത്ര ദത്തസ്തി. ഈ സുഭാഷിതത്തിന് യോജിച്ച ഒരു പക്ഷിയുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ബിന്ദുക്കൾ യോജിപ്പിച്ച് വർണ്ണലേപനം ചെയ്ത് നല്ലൊരു പക്ഷിയാക്കുക. ഇവിടെ നോക്ക്, സുഭാഷിതം എന്താണ്? കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ്വിദ്യാർത്ഥി ലക്ഷണം. പദച്ഛേദം. കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥാ ഏവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. അപ്പോൾ വിദ്യാർത്ഥി ലക്ഷണം എന്തെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ട ചിത്രം കണ്ടില്ലേ? അത് ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യണം? വർണ്ണലേപനം ചെയ്യണം. അപ്പോഴിവിടെയുള്ള ഏതൊരു പക്ഷിയെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നോക്കാം, സുഭാഷിതം നോക്കാം. കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രമേതദ്വിദ്യാർത്ഥി ലക്ഷണം. പദച്ഛേദം. കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥാ ഏവ അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം.
കാകദൃഷ്ടി ആയിരിക്കണം. ഒറ്റ നോട്ടത്തിൽ കാര്യം മനസ്സിലാവും. കാക്ക അങ്ങനെ ചെരിഞ്ഞ ഒരൊറ്റ നോട്ടം നോക്കുമ്പോഴേക്കും നമ്മൾ കയ്യിലുള്ളത് തട്ടിക്കൊണ്ടിട്ടുണ്ടാവും കാക്ക. കാക്ക അങ്ങോട്ടല്ലേ നോക്കണേ ഇങ്ങോട്ടല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും കാക്ക നമ്മുടെ കയ്യിലുള്ള അപ്പം കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ കാകദൃഷ്ടി ആയിരിക്കണം. ഒറ്റ നോട്ടത്തിൽ കാര്യം മനസ്സിലാക്കണം. ഭഗധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടത്തോ പറവി ചളിയുള്ള സ്ഥലത്തൊക്കെ ഒരു കൊറ്റി കാണാം, ധ്യാനിച്ച് നിൽക്കണം. കൊറ്റി താഴോട്ട് കണ്ണാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഇളക്കം കണ്ട അപ്പോഴേക്കും കൊറ്റി അവിടെ എത്തി അവിടെയുള്ള ആ പരലിനെ, ആ മീനിനെ, ആ തവളയെ, ആ തവളക്കുഞ്ഞിനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജലജീവികൾ ചെറുതായിട്ടുള്ളവയെ അത് ഭഗം പറഞ്ഞിട്ടുണ്ടാവും. ഭഗത്തെ പോലെ ധ്യാനം വേണമെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ശ്വാനനിദ്ര തഥൈവ ച, ശ്വാനൻ്റെ ഉറക്കം. ശ്വാഹ എന്ന് പറഞ്ഞാൽ നാവാണ്. സോറി തെറ്റിപ്പോയി. ശ്വാനം എന്ന് പറഞ്ഞാൽ നായയാണ്. നായയുടെ ഉറക്കം പോലുള്ള ഉറക്കേ പാടുള്ളൂ. പെട്ടെന്ന് കാണുമല്ലോ നായ ഉറങ്ങുകയാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് നമ്മൾ അവിടെ കൂടെ പോകുമ്പോഴേ ഈ നായ പെട്ടെന്ന് കുടഞ്ഞ എഴുന്നേറ്റ് നമ്മളെ കടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശ്വാനനിദ്ര ആയിരിക്കാം. പെട്ടെന്ന് ഉറക്കമുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുക. തഥായേവ ആണ് തഥൈവ. ദീർഘം ഉണ്ടാവും അവിടെ തഥയ്ക്ക്. തഥായേവ അവിടെ മിക്കവാറും അങ്ങനെ ഒരു ഐ വരുന്നിടത്ത് ദീർഘം ഉണ്ടാവില്ല, ചിലയിടത്തൊക്കെ ഉണ്ടെന്നും വരും. തഥായേവ അപ്രകാരം തന്നെ അല്പ ആഹാരം, കുറച്ച് ആഹാരം മതി എന്നാണ് പറയുന്നത്. കുറേ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആലസ്യം വരും, പാഠങ്ങൾ പഠിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല, പിന്നെ ക്ഷീണം വരും, പിന്നെ മന്ദത വരും. അതുകൊണ്ട് കുറച്ച് ആഹാരം കഴിക്കുക. അത്യാവശ്യത്തിന് വസ്ത്രത്തിലൊക്കെ വലിയ ഭ്രമം വേണ്ട എന്നാണ് പറയുന്നത്. അതിന് എന്ന് കരുതിയിട്ട് അഴുക്കുള്ള വസ്ത്രം ധരിക്കണം എന്നൊന്നേ പറയണില്ല. വസ്ത്രത്തിനുണ്ടല്ലോ അത് വേണ്ട, എനിക്ക് ഇത് വേണ്ട, മറ്റേത് വേണം, തുണി വേണം, ഈ തുണി വേണം, ആ മോഡൽ വേണം, അങ്ങനെയൊന്നും വിദ്യാർത്ഥികൾക്ക് പാടില്ല എന്നാണ് പണ്ടത്തെ കാര്യം കേട്ടോ. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നോക്ക്, വസ്ത്രത്തിനോട് ഭ്രമമൊന്നും വേണ്ട. ലളിതമായ വസ്ത്രം. ഏതത് വിദ്യാർത്ഥി ലക്ഷണം, ഇതാണ് വിദ്യാർത്ഥിയുടെ ലക്ഷണം. അപ്പോൾ കാക്കയുടെ നോട്ടം, കൊറ്റിയുടെ ധ്യാനം, നായയുടെ ഉറക്കം, അപ്രകാരം തന്നെ അല്പാഹാരം, ജീർണവസ്ത്രം, ഇതാണ് വിദ്യാർത്ഥി ലക്ഷണം. അപ്പോൾ നമുക്കിവിടെ ഈ പാഠം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ചിത്രം കൂടി വർണ്ണലേപനം ചെയ്താൽ പാഠം മുഴുവനായി. നമുക്ക് പെട്ടെന്ന് ഈ പാഠം ഒന്ന് അങ്ങോട്ട് വായിച്ച് പോകണം. അതിന് സമയം കൂടുതലൊക്കെ എടുക്കും. പക്ഷേ നിങ്ങളൊന്നും കരുതരുത്, ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉറച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി പറയുന്നത്. ഇതിൽ ആ ഏകകം എന്ന് പറഞ്ഞിടത്തുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് വിവരിച്ച് കേൾക്കണമെങ്കിൽ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് കേട്ടാൽ മതി. പ്രഥമഃ പാഠഃ മധുരം രുചിരം. മധുരവും രുചിരവുമാണ്. മധുരം ആണല്ലോ രുചികരം. മഹതഃ സമൂഹസ്യ നിർമ്മാണായ, ഒരു വലിയ സമൂഹം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി ഏവ, ധാർമ്മിക മൂല്യങ്ങളെ പരിപാലിക്കണം. അതുകൊണ്ട് മാനവജീവനെ, മനുഷ്യരുടെ ജീവിതത്തിൽ ധാർമ്മിക മൂല്യാനം സ്വാംശീകരണം അവശ്യം ഭവതി. നമ്മൾ ധാർമ്മികമായ മൂല്യങ്ങൾ സ്വാംശീകരിക്കണം, നമ്മളിലേക്ക് എടുക്കണം, നമ്മൾ അതിൻ്റെ ആവണം, നമ്മൾ അങ്ങനെയുള്ള നല്ല കുട്ടികളാകണം. തദർത്ഥം അതിനുവേണ്ടി സുഭാഷിതാനി മഹതുപകാരകാണി ഭവന്തി. സുഭാഷിതങ്ങൾ വളരെയധികം, സുഭാഷിതം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഭാഷിതമാണ്, നന്മ വരാനുള്ള പറച്ചിലുകളാണ്. അത് വളരെ ലളിതമായ കവിതകളാക്കിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തദർത്ഥം സുഭാഷിതാനി മഹതുപകാരകാണി ഭവന്തി, വളരെ ഉപകാരകങ്ങളാണ്. താദൃശാനി ത്രീണി സുഭാഷിതാനി പാഠേസ്മിൻ, പദച്ഛേദം പാഠേ അസ്മിൻ. അങ്ങനെയുള്ള 3 സുഭാഷിതങ്ങൾ ഈ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബല. ഒരു തവണ കൂടി. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബല തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണാം. അതിൻ്റെ പദച്ഛേദമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ സാരം അന്വയം നോക്കി പറയാം. ഐക്യമാണ് സമാജത്തിൻ്റെ ബലം. അതില്ലെങ്കിൽ സമാജം ദുർബലമാകും. അതുകൊണ്ട് രാഷ്ട്രഹിതത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉറച്ച ഐക്യത്തെ, ഏകതയെയാണ് പ്രശംസിക്കുന്നത്. സമൂഹസ്യ ബലം ഐകമത്യം ഭവതി. സമൂഹത്തിൻ്റെ ബലം എന്നത് ഐകമത്യമാണ്. തസ്യ അഭാവേ സമാജ ദുർബലഃ ഭവതി. അതില്ലെങ്കിൽ സമാജം തന്നെ ദുർബലമാകും. തസ്മാത് രാഷ്ട്രഹിതം ഇച്ഛന്തഃ ജനാഃ ഐക്യം ധ്രുവം പ്രശംസന്തി. അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഐക്യത്തെ വളരെയധികം പ്രശംസിക്കുന്നു.
ന കശ്ചിദപി ജാനാതി കിം കസ്യശോ ഭവിഷ്യതി അതശ്വഃ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. അവിടെ പദച്ഛേദമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ സാരം പദച്ഛേദം ഇവിടെ ഉണ്ടല്ലോ, കൊടുത്തിട്ട് നോക്കിയാൽ മതി, എഴുതിയിരിക്കുക. കിം കസ്യ ശ്വഃ ഭവിഷ്യതി ഇതി കശ്ചിദപി ന ജാനാതി. ആർക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരുത്തനും അറിയില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാർ ശ്വഃ കരണീയാനി, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്യ ഏവ കുര്യാത്, ഇന്ന് തന്നെ ചെയ്യണം. കാര്യങ്ങൾ നീട്ടിവെക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യണം. ആഗമിനി വരുന്ന നിമിഷത്തിൽ കിം ഭവിഷ്യതി ഇത് എന്തു സംഭവിക്കുമെന്ന് യഹ കോപിന ജാനാതി, ആരും അറിയില്ല. അതുകൊണ്ട് ബുദ്ധിമന്തഃ ജനാഹ, ബുദ്ധിമാന്മാരായ ജനങ്ങൾ, സമൂഹ ഹിതൈഷിണഃ സജ്ജനാഹ, സമൂഹത്തിൻ്റെ ഹിതത്തെ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ, ശ്വസ്തന കാര്യേഷു, നാളേക്കുള്ള കാര്യങ്ങളിൽ അദ്യ ഏവ സജ്ജഃ ഭവേഹു, അതിന് ഇന്ന് തന്നെ ഒരുങ്ങി ഇരിക്കണം, കാര്യങ്ങൾ നീട്ടിവെക്കരുത്. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. ഒരു തവണ കൂടി. സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചിത്. പദച്ഛേദം അവിടെ ഉണ്ട്, നോക്കി എഴുതുക. എല്ലാം നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെക്കണം. അന്വയം നോക്കിയിട്ട് അർത്ഥം പറയട്ടെ. സർവഃ സർവം ന ജാനാതി, എല്ലാവർക്കും എല്ലാം അറിയില്ല. ജ്ഞാനസ്യ ഏകത്ര പുരുഷേ വാ പരിനിഷ്ഠ അസ്തി, ജ്ഞാനം ഒരു പുരുഷനിൽ മാത്രം എല്ലാ ജ്ഞാനവും നിലകൊള്ളുന്നില്ല. സാരാംശം: സർവഃ സർവേ ജനാഃ സർവം വസ്തുതത്വം ന ജാനാതി, എല്ലാവരും കാര്യങ്ങൾ അറിയില്ല. തഥൈവ കശ്ചന പുമാനപി, ഒരു പുരുഷനും തന്നെ സർവജ്ഞഃ ന ഭവതി, ഒരു സർവജ്ഞനല്ല. യതഃ, എന്തുകൊണ്ടെന്നാൽ ജ്ഞാനസ്യ സ്ഥിതി ഏകത്ര സഭായാം വാ ദേശേ വാ, ഒരു സഭയിലോ ഒരു ദേശത്തിലോ, തഥാ കസ്മിൻചിത് പുരുഷേ വാ ന വർത്തതെ, ഒരു പുരുഷനിലോ ഒരു സമാജത്തിലോ ഒരു ദേശത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പലരിലും വ്യത്യാസപ്പെട്ട് കാണുന്നു. അടുത്തത് ത്രിചക്രിക, നൗക, അജ പെണ്ണാട്, വീണ, ലേഖനി, മഹിഷി, പിന്നെ അജാം നയതി, ആടിനെ കൊണ്ടുപോകുന്ന ദ്വിതീയ വിഭക്തി തുടങ്ങാണേ. വിക്ഷേപണിയും പ്രേഷയതി, വിക്ഷേപണിയെ അയക്കുന്നു. വീണാം വാദയതി, വീണയെ വായിക്കുന്നു. ആകാശവാണിയും ശൃണോതി, ആകാശവാണി റേഡിയോ കേൾക്കുന്നു. സുഭാഷിതം ഒറ്റയ്ക്കും കൂട്ടമായും ചൊല്ലുക. ഐകമത്യം മഹാബലം എന്ന ആശയത്തെക്കുറിച്ച് എന്തെങ്കിലും എഴുതുക. ഇവിടെ ചിത്രമുണ്ട്, അവിടെ യോജിച്ച സുഭാഷിതം എഴുതി ചേർക്കണം. പിന്നെ ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി എഴുതുക. ബുദ്ധിയുടെ പര്യായമുണ്ട്. വീണ എന്ന വാക്കിൻ്റെ 7 വിഭക്തി അവിടെ പറയുന്നുണ്ട്. പിന്നെ ജാനാതി ജാനീതഃ ജാനന്തി, ജാനാസി ജാനീതഃ ജാനീത, ജാനാമി ജാനീവഃ ജാനീമഃ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ പിന്നെ അമരകോശ ശബ്ദകോശമുണ്ട്. ഒരു സുഭാഷിതം, പ്രധാനപ്പെട്ട സുഭാഷിതം ആയതുകൊണ്ടാണ് ഞാൻ വേഗം നീക്കി പറയുന്നത്. ഭാഷാസു മധുരമുഖ്യ ദിവ്യാ ഗീർവാണ ഭാരതി, തസ്യാം ഹി കാവ്യം മധുരം തത്രാപി ച സുഭാഷിതം. ഭാഷകളിൽ വെച്ച് മുഖ്യവും മധുരവും ദിവ്യവും ഏതു ഭാഷയാണെന്ന് പറയുന്നത്? ഗീർവാണ ഭാരതി, ഗീർവാണന്മാരുടെ ഭാരതി, അല്ലെങ്കിൽ ഗൈർവാണി, അല്ലെങ്കിൽ ദേവഭാഷ, അതായത് സംസ്കൃത ഭാഷയാണ്. ഏറ്റവും മുഖ്യവും പ്രധാനവുമാണ്. വേദങ്ങളൊക്കെ എഴുതപ്പെട്ട ഭാഷയാണ്. പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ അത് ദിവ്യമാണെന്ന് പറയാം. തസ്യാം ഹി കാവ്യം മധുരം, അതിൽ വളരെയധികം ലളിതമായിട്ടുള്ളത് കാവ്യമാണ്. തത്രാപി, ആ കാവ്യത്തിൽ വെച്ച് മധുരം സുഭാഷിതവും ആണ്. ഒരു സുഭാഷിതം കൊണ്ട്, അത് വളരെ നല്ല സുഭാഷിതമാണ്. കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. കാക്കയുടെ നോട്ടം, കൊറ്റിയുടെ ധ്യാനം, നായയുടെ ഉറക്കം, അപ്രകാരം തന്നെ അല്പാഹാരം, ജീർണവസ്ത്രം, ഏതത് വിദ്യാർത്ഥി ലക്ഷണം. ഇവിടെ നമുക്ക് ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു പാഠമാണ്. എല്ലാ കാര്യങ്ങളും 6ാം ക്ലാസ്സിലേക്ക് വേണ്ട പലതും ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചർ കുറച്ച് സമയം അധികം എടുത്തുപോയി. നിങ്ങൾക്ക് ഒരു വെറുപ്പ് ഒന്നും പാടില്ല. പതുക്കെ
നീക്കി 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 നോക്കി 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 മനസ്സിലാക്കി പഠിച്ച ടീച്ചർക്ക് വലിയ സന്തോഷമായി. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.